Hi dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് കാണണം, അതുപോലെ അതിലെ ബുള്ളറ്റ് പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം, അതുപോലെ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസേഴ്സ് തന്നെ കണ്ടെത്താൻ ശ്രമിക്കണം. പിന്നെ GKയും മാത്സും അതൊക്കെ ചെയ്ത് നോക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക, എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ സെക്ഷൻ 63 കഴിയാനായി. കുറേ സബ്സെക്ഷൻ ഉണ്ടായിരുന്നല്ലേ, അത് 13 വരെയുണ്ട്. അപ്പം നമ്മൾ 12 വരെ പഠിച്ചു. അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഡസ് സെക്ഷൻ 63 സബ്സെക്ഷൻ 11 of the Kerala Cooperative Societies Act state? Answer: it states that the audit report of the accounts of an apex cooperative society, including the report on administrative matters, shall be laid by the government before the legislative assembly. KCS ആക്ടിൻ്റെ സെക്ഷൻ 63 സബ്സെക്ഷൻ 11 എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? എന്താണ് അത്? ഒരു അപ്പെക്സ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൻ്റെ റിപ്പോർട്ടും ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുൻപിൽ ഗവൺമെൻറ് വയ്ക്കണമെന്നുള്ളതാണ്. അതാണ് സെക്ഷൻ 63(11) പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who lays the audit report of an apex cooperative society before the legislative assembly? Answer: the government. അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുൻപിൽ ആരാണ് വയ്ക്കുന്നത്? അത് ഗവൺമെൻറ്റാണ് വയ്ക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, what is the responsibility of the managing committee as per section 63 subsection 12? Answer: to convene a general body or special general body meeting to appoint auditors or auditing firms within the stipulated time. സെക്ഷൻ 63 സബ്സെക്ഷൻ 12 പ്രകാരം മാനേജിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം എന്താണ്? ജനറൽ ബോഡിയോ സ്പെഷ്യൽ ജനറൽ ബോഡിയോ വിളിച്ചുകൂട്ടി ഓഡിറ്ററെയോ ഓഡിറ്റിംഗ് ഫേംസിനെയോ ആ പ്രത്യേക സമയത്തിനുള്ളിൽ ഒരു കാലാവധി തന്നിട്ടുണ്ടാവും, അതിനുള്ളിൽ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളത് മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ഹാപ്പൻസ് ഇഫ് ദ മാനേജിംഗ് കമ്മിറ്റി ഫെയിൽസ് ടു അപ്പോയിൻറ്റ് ഓഡിറ്റേഴ്സ് വിതിൻ ദി സ്റ്റിപ്പുലേറ്റഡ് ടൈം? ആൻസർ: the members of the managing committee shall cease to hold office. സമയപരിധിക്കുള്ളിൽ മാനേജിംഗ് കമ്മിറ്റി ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ നിന്നും പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും? മാനേജിംഗ് കമ്മിറ്റി അവരുടെ ആ സ്ഥാനത്ത് പിന്നെ തുടരാൻ അർഹരല്ല. അവരുടെ ആ കാലാവധി തീരുന്നതിന് മുമ്പ് അവർ പിന്മാറേണ്ടതാണ് എന്നുള്ളതാണ്. Next, who can appoint an administrator or administrative committee in such cases? Answer: the registrar, either suo motu or on application from the Director of Cooperative Audit. ആരാണ് അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? രജിസ്ട്രാർ ഒന്നുകിൽ സ്വമേധയാ, സുവോമോട്ടോ എന്ന് വെച്ചാൽ സ്വമേധയാ, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കേഷൻ പ്രകാരം. അങ്ങനെ 2 രീതിയിൽ കൂടി രജിസ്ട്രാറാണ് അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ മാനേജിംഗ് കമ്മിറ്റി അവരുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായി പാലിക്കാതെ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാതെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല, അവരതിൽ നിന്നും പിന്മാറിക്കൊള്ളണം. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഭരണസ്തംഭനം ഉണ്ടാവാതിരിക്കാൻ രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ അപ്പോയിൻറ്റ് ചെയ്യും. നെക്സ്റ്റ്, ആസ് പെർ KCS Amendment Act 2023, from where should the administrator or administrative committee
members be chosen? Answer, from among members of the society. അതായത് ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരം, അമെൻമെൻറ്റ് വന്നിരിക്കുന്ന 2023 അമെൻമെൻറ്റ് പ്രകാരം ഈ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? അത് സൊസൈറ്റിയുടെ മെമ്പേഴ്സിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നുള്ളത് ലേറ്റസ്റ്റ് അമെൻമെൻ്റ് ആണ്. Question number 7. What is the maximum number of persons in an administrative committee? Answer, not more than 3 persons. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ വരാവുന്ന ആളുകൾ എത്ര പേരാണ്? അത് 3 പേര്. 3 പേരിൽ കൂടാത്ത ആളുകളായിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മാക്സിമം പീരീഡ് for which the administrator or administrative committee can manage the affairs of the society? Answer, a period not exceeding 6 months. ഈ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി, മാക്സിമം പീരീഡ് എത്രയാണ് എന്നുള്ളതാണ്. അത് നോട്ട് എക്സീഡിങ് 6 months, 6 മാസത്തിൽ കൂടാത്ത കാലയളവാണ്. 6 മാസത്തിൽ കൂടാത്ത കാലയളവാണ് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററുടെയോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയോ കാലാവധി. ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് ഷുഡ് ദ അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അറേഞ്ച് ഫോർ? ആൻസർ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ന്യൂ കമ്മിറ്റി or the entering upon office of the new committee. അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ ഉറപ്പാക്കേണ്ട കാര്യം എന്താണെന്നാണ്. അതെന്താണ്? പുതിയ കമ്മിറ്റിയുടെ രൂപീകരണവും അവരുടെ എൻറ്ററിങ്ങും, അവർ ഓഫീസിലേക്ക് പ്രവേശിക്കുന്ന, അതായത് അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്ററുടെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയോ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ്, ആസ് പെർ ദി KCS Amendment Act 2023, how many consecutive audits can an auditor or auditing firm conduct for the same society? Answer, not more than 2 consecutive audits. ഒരു സൊസൈറ്റിയിലെ ഒരു ഓഡിറ്റിംഗ് ഫേം അല്ലെങ്കിൽ ഓഡിറ്റർ അടുത്തടുത്ത് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതും അമെൻമെൻ്റ് ആണ്. അമെൻമെൻ്റ് അനുസരിച്ച് അടുത്തടുത്ത് 2 കാലയളവിൽ 2 പ്രാവശ്യം മാത്രമേ അങ്ങനെ ഓഡിറ്റ് നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അമെൻമെൻറ്റ്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. സെക്ഷൻ 63 സബ്സെക്ഷൻ 13. The government may issue notification either prospectively or retrospectively by publishing the same in the Gazette to carry out the purposes of this section. 63(13) ഇത്രയേ ഉള്ളൂ. ഈ വകുപ്പിൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഗസറ്റിൽ പ്രസിദ്ധീകരണം കൊടുത്തിട്ട് ഭാവിയിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പറ്റുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്തത് സെക്ഷൻ 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ DCA ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. സെക്ഷൻ 64 subsection 1. The audit shall include an examination of overdue debts, if any, the verification of the cash balance and securities, and a valuation of the assets and liabilities of the society concerned, and such other audit matters as may be prescribed. 64(1) പറയുന്നു, ഒരു ഓഡിറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഓവർഡ്യൂ ഡെറ്റ്സ് ഉണ്ട്, കടം കൊടുത്തത് ഡെറ്റ്സുകളൊക്കെ ഓവർഡ്യൂ ആയി കിടക്കുന്നത് പരിശോധിക്കണം. അതുപോലെ തന്നെ ക്യാഷ് ബാലൻസ് വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഈ ലോണിനൊക്കെയുള്ള സെക്യൂരിറ്റീസ് അതൊക്കെ കറക്റ്റായിട്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ അസറ്റ്സും ലയബിലിറ്റീസിൻ്റെയും സൊസൈറ്റിയുടെ അസറ്റും ലയബിലിറ്റീസിൻ്റെയും വാല്യുവേഷൻ എടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഓഡിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്,
whose accounts are prepared using a common software or any other software approved by the registrar. The audit includes the audit of information system and evaluation of software as well as hardware as per KCS Amendment Act 2023. ഇതും അമെൻമെൻ്റ് ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുമ്പോൾ അവർ കോമൺ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല എങ്കിൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരുടെ ഓഡിറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റത്തെക്കുറിച്ച് സിസ്റ്റത്തെക്കുറിച്ചുള്ള വെരിഫിക്കേഷൻ, അതായത് ഓഡിറ്റ് നടത്തണം. അതുപോലെ തന്നെ ആ സോഫ്റ്റ്വെയറിനെ ഇവാലുവേറ്റ് ചെയ്യണം. അത് പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണോ എന്നുള്ളതും ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളത് ലേറ്റസ്റ്റ് അമെൻമെൻ്റ് ആണ്. നെക്സ്റ്റ്, if during the audit of information system and evaluation of software and hardware any manipulation of records or manipulation in the working of the software or hardware is revealed, the auditor or auditors or auditor firms shall inform the manipulations to the Director of Cooperative Audit and the Registrar as per KCS Amendment Act 2023. ഇതും ലേറ്റസ്റ്റ് അമെൻമെൻറ്റിൽ പെട്ടതാണ്. എന്താണ്? ഒരു സംഘത്തിൻ്റെ സൊസൈറ്റിയുടെ ഓഡിറ്റ് നടക്കുന്ന സമയത്ത് അവരുടെ ഇൻഫർമേഷൻ സിസ്റ്റം അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയറും ഒക്കെ വാലുവേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മാനിപ്പുലേഷൻസ്, എന്താണ് മാനിപ്പുലേഷൻസ്? എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കുകയാണ്, വഞ്ചനാപരമായിട്ട് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഓഡിറ്റർ ആവട്ടെ, ഓഡിറ്റേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഫേംസ് ആവട്ടെ, അവർ ഉടനെ തന്നെ ഈ മാനിപ്പുലേഷൻ DCയെയും അതുപോലെ തന്നെ രജിസ്ട്രാറേയും അറിയിക്കേണ്ടതാണ് എന്നുള്ളത് ലേറ്റസ്റ്റ് അമെൻമെൻറ്റിൽ പെട്ടിരിക്കുന്ന കാര്യമാണ്. The registrar himself or the Director of Cooperative Audit in consultation with the registrar shall inform the manipulations in the systems to the police or vigilance officer as the case may be for investigation as per KCS Amendment Act 2023. രജിസ്ട്രാർ സ്വമേധയാലോ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്തോ ഈ മാനിപ്പുലേഷൻ നടന്നു എന്നുള്ള വിവരം പോലീസിനെയോ അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസറെയോ അറിയിക്കേണ്ടതാണ് എന്നുള്ളതും ലേറ്റസ്റ്റ് അമെൻമെൻ്റ് ആണ്. ബുള്ളറ്റ് പോയിൻറ്റ്സ് നോക്കാം. സെക്ഷൻ 64 സബ്സെക്ഷൻ 1 ഓഡിറ്റ് സ്കോപ്പ്, എക്സാമിനേഷൻ ഓഫ് ഓവർഡ്യൂ ഡെറ്റ്സ്, verification of cash balance and securities, valuation of assets and liabilities, other matters as prescribed. Additional scope for societies using approved software, audit of information system, evaluation of software and hardware as per KCS Amendment Act 2023. If manipulation is found during audit, manipulation in records, software or hardware must be reported. Auditor, auditors, audit firms must inform. Director of Cooperative Audit, Registrar. Further action, Registrar or Director in consultation with the Registrar shall report the issue to Police or Vigilance Officer. Initiate investigation as per KCS Amendment Act 2023. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. ദ റെലവൻറ്റ് ആർട്ടിക്കിൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണക്റ്റഡ് വിത്ത് ദ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. ആൻസർ ആർട്ടിക്കിൾ 24. നെക്സ്റ്റ്, മീനിങ് ഓഫ് ഫ്ലാറ്റർ. ആൻസർ കോംപ്ലിമെൻറ്റ്, പുകഴ്ത്തുക എന്ന് പറയും. ഇനി മെൻ്റൽ എബിലിറ്റിയിൽ ഫിഷ് ഈസ് ഈക്വൽ ടു 66, സി ഈസ് ഈക്വൽ ടു 56, ദെൻ ബോട്ട് ഈസ് ഈക്വൽ ടു ഡാഷ്. ആൻസർ 70 ആണ്. എങ്ങനെ കിട്ടിയേക്കുന്നു?
നമുക്കിവിടെ റിവേഴ്സ് ഓർഡറിലാണ് A to Zനെ ഇട്ടേക്കുന്നത്. അപ്പോൾ A26 Z1 അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. നമ്മൾ നേരത്തെ നോക്കിയതാണ് ഇതുപോലെ വരണം. അപ്പോൾ അതിൽ ഫിഷ് എന്ന് എഴുതുമ്പോൾ F വരുന്നത് 21, I വരുന്നത് 18, S വരുന്നത് 8, H വരുന്നത് 19. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 66 കിട്ടും. അതുപോലെ തന്നെ S വരുന്നത് 8, E വരുന്നത് 22, A വരുന്നത് 26, ടോട്ടൽ 56. അതുപോലെ തന്നെ ബോട്ട് B വരുന്നത് 25, O വരുന്നത് 12, A വരുന്നത് 26, T വരുന്നത് 7. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 70 കിട്ടും. Now your turn to answer. What is the color of the black box in aeroplane? Next, meaning of jubilant. Next, 1200, 480 and 192, then dash. Leave your answer in the comment box and stay tuned for the next episode. Thank you.